എല്ലാവർക്കും നമസ്കാരം. ജേണി വിത്ത് ജിൻസിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ മലയാളികളുടെ മനസ്സിൽ മൗനമായി കിടക്കുന്ന പല വൈകാരിക മുറിവുകളുണ്ട്. അത് നമുക്ക് പലപ്പോഴും അറിയുകയില്ല, എന്നാൽ നമ്മുടെ ദൈനംദിന ജീവിതത്തെ കാര്യമായിട്ട് അഫക്റ്റ് ചെയ്യാറുണ്ട്. നമ്മുടെ തീരുമാനങ്ങൾ എടുക്കുന്നതിനെ, അതുപോലെ നമ്മുടെ റിലേഷൻഷിപ്പിനെ, നമ്മുടെ സെൽഫ് കോൺഫിഡൻസിനെ ഒക്കെ അത് കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ ബാല്യകാലത്തെ വൈകാരിക മുറിവുകളാണ്. ഈ വീഡിയോ പൂർണ്ണമായും കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഇമോഷൻസിനെ മറ്റുള്ളവരോട് പകരാൻ നിങ്ങൾക്ക് മനസ്സ് വരാത്തത്, അതുപോലെ ചില സമയത്ത് റിലേഷൻഷിപ്പിൽ സ്നേഹം പ്രകടിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കാത്തത്, അതുപോലെ പലപ്പോഴും നമുക്ക് ഒരുപാട് ചിന്തകൾ വരുന്നത്, അങ്ങനെ പലതും. ഇത് നിങ്ങളുടെ കുറ്റമല്ല, ഇത് ബാല്യകാലത്തുണ്ടായ വേദനകളുടെ ഒരു റിസൾട്ടാണ്. കുടുംബങ്ങളില് ഒട്ടുമിക്ക കുട്ടികളിൽ നടന്ന ഏറ്റവും കൂടുതലായ മുറിവാണ് വൈകാരിക അവഗണന. പേരൻസ് നമ്മളെ വളർത്തി വലുതാക്കി, ഭക്ഷണം, പഠനം എല്ലാം നൽകി, എന്നാൽ എന്തോ ഒരു ഭാഗം മിസ്സായി പോയതുപോലെ നമുക്ക് തോന്നാം. എന്റെ വികാരത്തെ ആരും കേൾക്കുന്നില്ല, എന്റെ ഇമോഷൻസിനെ ആരും മനസ്സിലാക്കുന്നില്ല എന്നുള്ള ഒരു ഭാഗം. കുഞ്ഞു കരയുമ്പോൾ വെറുതെ അറ്റൻഷന് വേണ്ടിയിട്ടാണ് കരയുന്നത്, അതുകൊണ്ട് കരയാതിരിക്കുക എന്നുള്ള ആഹ്വാനം. ഇതൊരു വലിയ കാര്യമല്ല, നിങ്ങൾ പഠിച്ചാൽ എല്ലാം ശരിയാകും എന്നുള്ള അഡ്വൈസ്. ഇങ്ങനെ പറയുമ്പോൾ ആ കുഞ്ഞിന്റെ മനസ്സിൽ കിട്ടുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത്, എന്റെ ഫീലിങ്സിന് ഒരു വിലയുമില്ല, എന്റെ ഇമോഷനെ ഞാൻ എപ്പോഴും ഒളിപ്പിച്ചു വെക്കണം എന്നുള്ളതാണ്. ആ കുഞ്ഞ് വളരുമ്പോൾ ദുഃഖം മറച്ചു വെക്കുന്നു, ദേഷ്യം അടക്കി വെക്കുന്നു, സ്നേഹം എങ്ങനെ പ്രകടിപ്പിക്കണം എന്ന് അറിയുന്നില്ല. കാരണം ആ കുഞ്ഞ് പഠിച്ച പാഠം ഫീലിങ്സ് സേഫ് അല്ല, അത് മറ്റുള്ളവരെ കാണിക്കാൻ പാടില്ല, എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഒളിപ്പിച്ചു വെക്കണം എന്നുള്ളതാണ്. 7 വയസ്സ് വരെയുള്ള ഒരു കുഞ്ഞിന്റെ ജീവിതകാലം എന്ന് പറയുന്നത് ചിന്തകൾ അല്ലെങ്കിൽ ആ കുഞ്ഞിന്റെ വിശ്വാസങ്ങൾ വേരുറപ്പിക്കാനുള്ള ഒരു ഗോൾഡൻ ടൈമാണ്. ഈ സമയത്ത് ആ കുഞ്ഞിനുണ്ടാകുന്ന പല ചിന്തകളും അവനെ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും പിൽക്കാലത്ത് അഫക്ട് ചെയ്യാറുണ്ട്. ഞാൻ സ്നേഹിക്കപ്പെടുന്നു, ഞാൻ സുരക്ഷിതനാണ്, മറ്റുള്ളവർ എന്നെ കേൾക്കുന്നു എന്ന അടിസ്ഥാന വൈകാരിക അടിത്തറകൾ ഉണ്ടാക്കേണ്ടുന്ന ഒരു കാലഘട്ടമാണ് ഇത്. പക്ഷെ ഈ കാലത്ത് ഫീലിങ്സ് ഇഗ്നോർ ചെയ്താൽ കുഞ്ഞിന്റെ ഉള്ളിൽ ആവശ്യമില്ലാത്ത പല വിശ്വാസങ്ങളും ഉടലെടുക്കുന്നു. ഒന്നാമത്തെ വിശ്വാസം എന്ന് പറയുന്നത് തനിക്ക് സുരക്ഷിതത്വം ഇല്ല എന്നുള്ളതാണ്. കുഞ്ഞ് തന്നെ മറ്റുള്ളവർ അവഗണിക്കുമ്പോൾ, തന്റെ ഫീലിങ്സ് അല്ലെങ്കിൽ ഇമോഷൻസ് മറ്റുള്ളവർ മനസ്സിലാക്കാതെ ഇരിക്കുമ്പോൾ അവരിലുള്ള വിശ്വാസം ഇല്ലാതാവുകയും കുഞ്ഞിന് തനിക്ക് സുരക്ഷിതത്വം ഇല്ല എന്നുള്ള ഒരു വിശ്വാസം ഉടലെടുക്കുകയും ചെയ്യും. അപ്പോൾ കുഞ്ഞിന്റെ ബ്രെയിൻ രജിസ്റ്റർ ചെയ്യുന്ന മെസ്സേജ് ഞാൻ സേഫ് അല്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ വിശ്വാസം എന്നുള്ളത് തന്റെ വികാരങ്ങളെ അടിച്ചമർത്തി വെക്കുക, മറ്റുള്ളവരെ അത് കാണിക്കുവാൻ പാടില്ല എന്നുള്ളതാണ്. അതായത് എക്സ്പ്രഷൻ ആൻഡ് സപ്രഷൻ. കുഞ്ഞിനോട് പറയുന്നു, ദുഃഖം മറ്റുള്ളവരോട് പറയരുത്, ദേഷ്യം മറ്റുള്ളവരോട് കാണിക്കാൻ പാടില്ല, ഭയം പറഞ്ഞാൽ മറ്റുള്ളവർ ചിലപ്പോൾ നമ്മളെ കളിയാക്കും. അപ്പോൾ ഈ വികാരങ്ങൾ മറ്റുള്ളവരോട് പ്രകടിപ്പിക്കുന്ന മാർഗം ബ്ലോക്ക് ചെയ്യുകയും അവയെ അടിച്ചമർത്താൻ ശ്രമിക്കുകയും ചെയ്യും. ഇങ്ങനെ ബാല്യകാലത്തെ വൈകാരിക അവഗണന ഉണ്ടായാൽ വലുതായി കഴിയുമ്പോൾ അതിന്റെ ലക്ഷണങ്ങൾ പലപ്പോഴും നമുക്ക് മനസ്സിലാവുകയില്ല. പക്ഷേ താഴെ പറയുന്ന എന്തെങ്കിലും നിങ്ങൾക്കുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ആദ്യമായിട്ട് ദുഃഖം ഷെയർ ചെയ്യാൻ പറ്റാതെ വരിക. നമ്മൾ തളർന്നാലും മൈൻഡ് ഓട്ടോമാറ്റിക്കലി നമ്മളോട് പറയുന്നത് മറ്റുള്ളവരെ നമ്മളുടെ ദുഃഖം കാണിക്കാൻ പാടില്ല, അതുകൊണ്ട് ആ വ്യക്തിക്ക് കിട്ടുന്നത് എപ്പോഴും ഏകാന്തതയാണ്. രണ്ടാമതായിട്ട് ദേഷ്യം അടക്കി വെക്കുക എന്നുള്ളത്. ദേഷ്യം നമ്മുടെ നോർമൽ ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ഇമോഷൻ ആണ്. അത് പലപ്പോഴും നമ്മൾ മറ്റുള്ളവരെ കാണിക്കാതെ, അത് പ്രകടിപ്പിക്കാതെ മുന്നോട്ട് പോകുമ്പോൾ അത് നമ്മുടെ ശരീരത്തില് നമ്മൾ അമർത്തി ഒളിപ്പിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. മൂന്നാമതായിട്ട് സ്നേഹം എക്സ്പ്രസ് ചെയ്യാനുള്ള പ്രയാസം. എങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കണം എന്നറിയില്ല. ഞാൻ സ്നേഹിക്കുന്നു എന്ന് മറ്റുള്ളവർ പറയുമ്പോൾ അത് അസ്വസ്ഥത ഉണ്ടാക്കുന്നു. തന്റെ സ്നേഹം മറ്റുള്ളവർക്ക് ഒരിക്കലും വൈകാരികമായി പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ല. 4, വികാരങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത ഒരവസ്ഥ, വൈകാരിക മരവിപ്പ്. എങ്ങനെ തന്റെ വികാരങ്ങൾ മറ്റുള്ളവരോട് എക്സ്പ്രസ് ചെയ്യണം എന്ന് അറിയുന്നില്ല. എന്തോ ഒരു ഫീല്, എന്നാൽ അത് എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. മറ്റുള്ളവരോട് നോ പറയാൻ പറ്റുന്നില്ല. കാരണം കുട്ടിക്കാലത്ത് ലഭിച്ച പാഠം എന്ന് പറയുന്നത് നല്ല കുട്ടികൾ എപ്പോഴും മറ്റുള്ളവരെ അനുസരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോ നോ പറഞ്ഞ് ഒരു ബൗണ്ടറി ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. ഇനി 6ാമത്തെ
എന്ന് പറയുന്നത് അമിതമായ ചിന്തകളും ഉത്കണ്ഠയും ഉണ്ടാകുന്നു. വികാരങ്ങൾ അടിച്ചമർത്തുമ്പോൾ മനസ്സ് നമ്മുടെ ശത്രുവാകുന്നു. വലിയ തീരുമാനങ്ങൾ, ചെറിയ തീരുമാനങ്ങൾ എല്ലാം നമ്മളിൽ ഉത്കണ്ഠ ഉളവാക്കുന്നു. 7ാമത്തെ പോയിന്റ് ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന വൈകാരിക വിടവുകളാണ്. പാർട്ട്ണർ പറയാം, എന്നോട് നിങ്ങൾ ഒന്നും ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്നില്ല, നിങ്ങളെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. യഥാർത്ഥ സത്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബാല്യകാലത്ത് വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ നിങ്ങൾക്ക് അവസരം ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ മുതിർന്നപ്പോൾ എങ്ങനെ അത് എക്സ്പ്രസ് ചെയ്യണം നിങ്ങൾക്ക് അറിയുന്നില്ല. ഈ മേൽ പറഞ്ഞ എന്തെങ്കിലും വൈകാരിക പ്രശ്നങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കുറ്റമല്ല, നിങ്ങളുടെ പേരൻസിന്റെ കുറ്റവുമല്ല. ചിലപ്പോൾ വളരെ വന്ന സാഹചര്യമായിരിക്കാം. അതുകൊണ്ട് നിങ്ങൾക്കായുള്ള ഒരു ഹീലിംഗ് ടെക്നിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണുന്നതാണ്. അതുവരെ സ്റ്റേ ട്യൂൺഡ്.